അസ്സലാമു അലൈക്കും എന്ന വാക്കിന്റെ മഹത്വം എത്രയാണ്. അഫ്ശൂഹു ബൈനകും, നിങ്ങൾ സലാം പ്രചരിപ്പിക്കണം. ഫഇന്ന റജുലൽ മുസ്ലിമ, മുസ്ലിമായ ഒരാൾ ഇദാ മർറ ബിഖൗമിൻ, ഒരാൾ കൂട്ടത്തിന്റെ ഇടയിലൂടെ നടന്നു പോകുമ്പോൾ ഫസല്ലമ അലൈഹിം, അവരോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഫറദ്ദു അലൈഹി, അവർ സലാം മടക്കുകയും ചെയ്താൽ കാന ലഹു അലൈഹിം ഫദ്ലു ദറജ, ഒരു സ്ഥാനം ചൊല്ലിയ ആൾക്ക് കൂടുതലാണ് സലാം മടക്കിയവരെക്കാൾ. കാരണം ബിതദ്കീരിഹി ഇയാഹുമുസ്സലാം, ഇദ്ദേഹല്ലേ അസ്സലാമു അലൈക്കും എന്ന് ഓർമ്മിപ്പിച്ചത്, അതുകൊണ്ട് പറഞ്ഞ ആൾക്ക് സ്ഥാനം കൂടുതലാണ്. ഇനി നിങ്ങൾ ആരോടെങ്കിലും സലാം പറഞ്ഞു, ഫഇല്ലം യറുദ്ദു അലൈഹി, സലാം മടക്കിയില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കാനില്ല. അള്ളാന്റെ മലക്കുകൾ സലാം മടക്കും. നബി തങ്ങൾ പറയാൻ, ഫഇല്ലം യറുദ്ദു അലൈഹി, നിങ്ങൾ ഒരാളോട് സലാം പറഞ്ഞിട്ട് അവർ സലാം മടക്കാതിരുന്നാൽ റദ്ദ അലൈഹി മൻ ഹുവ ഖൈറും മിൻഹും വഅത്യബ്, അവരെക്കാളും ഏറ്റവും നല്ലവരായ ആളുകൾ അവനോട് സലാം മടക്കും. അള്ളാഹുവിന്റെ മലക്കുകൾ എന്തിനാ പേടിക്കുന്നത്? ചില ആൾക്കാരെങ്കിലും മിണ്ടാണ്ടിരിക്കും, സലാം മിണ്ടാൻ തന്നെ കഴിയില്ല എന്നുള്ള രീതിയിൽ ഇരുത്തിരിക്കാറുണ്ട്. സലാം മടക്കൂല, എന്നോട് മിണ്ടണ്ടെന്ന് പറഞ്ഞ പോലെ. ഞാൻ പറഞ്ഞില്ല എന്നോട് മിണ്ടണ്ട, അവനെന്ത് എന്നോട് മിണ്ടാൻ വരുന്ന കുട്ടികളെ കളി. അതുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്നേഹബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സലാം നിങ്ങൾ പറഞ്ഞിട്ട് അവരെ മടക്കുന്നില്ലെങ്കിൽ അവരെക്കാളും ഖൈറായവർ നിങ്ങൾക്ക് വേണ്ടി സലാം മടക്കും. അതാരാണ്? അള്ളാഹുവിന്റെ മലക്കുകളാണ്. റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.